ഫുട്ബോൾ ലോകകപ്പിൽ പുതിയ പരിഷ്കാരവുമായി അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ 2026 ഫുട്ബോൾ ലോകകപ്പിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുമെന്ന് ഫിഫ അറിയിച്ചു. ഇതുവരെ 32 ടീമുകൾക്കാണ് ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, നിലവിൽ 32 ടീമുകൾക്കാണ് ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത് ഈ കഴിഞ്ഞ ലോകകപ്പ് വരെ. പക്ഷേ ഇനി അടുത്ത 2026 നടക്കാൻ പോകുന്ന ലോകകപ്പിൽ 48ഓളം രാജ്യങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതൊക്കെ രീതിയിലാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫിഫ? ഭദ്ര, ഫിഫ ഫുട്ബോളിൽ വലിയൊരു പരിഷ്കാരമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2026 മുതൽ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്ന രാജ്യങ്ങളുടെ എണ്ണം 48ആയി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ, അതായത് 2022 ഖത്തറിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് വരെ 32 രാജ്യങ്ങൾ മാത്രമായിരുന്നു ലോകകപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ 4 ടീമുകൾ ഉൾപ്പെടുന്ന 8 ഗ്രൂപ്പുകളായി 32 ടീമുകളായിരുന്നു മത്സരിച്ചിരുന്നത്. എന്നാൽ 2026 കൂടി ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിക്കും. 12 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ, അങ്ങനെ മൊത്തം 48 രാജ്യങ്ങളായിരിക്കും 2026 വേൾഡ് കപ്പിൽ മത്സരിക്കുക. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിരിക്കും. ഇപ്പോൾ 16 ടീമുകളാണ് അധികം 2026 ലോകകപ്പിൽ മത്സരിക്കുന്നത്. അതോടുകൂടി തന്നെ മത്സരങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ്, ഖത്തറിലെ വേൾഡ് കപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 64 മത്സരങ്ങളായിരുന്നു ആ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 48 ടീമുകളാകുന്നതോടുകൂടി വരുന്ന വേൾഡ് കപ്പ് ടൂർണമെന്റിലെ മത്സരങ്ങളുടെ എണ്ണം 104ആയി വർദ്ധിക്കും. അതായത് 40 മത്സരങ്ങൾ വർദ്ധിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഇത് വലിയ ഒരു ആവേശം നൽകുന്ന കാര്യമാണ്. അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യക്കാരും വളരെ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഒരു മത്സര ഇനമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ ഫുട്ബോൾ വലിയ ഒരു ശക്തരായ ടീമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. എങ്കിൽ പോലും ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ അടക്കം വലിയ ആവേശത്തോടെ കാണുന്ന ഒരു ടൂർണമെന്റ് ആണ്. അപ്പോൾ ഈ മത്സരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി മത്സരങ്ങളുടെ ദൈർഘ്യം കൂടുന്നതോടുകൂടി അത് ഫുട്ബോൾ ആരാധകർക്ക് വലിയൊരു ആവേശം തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ 12 ഗ്രൂപ്പുകളിലായി ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 12 ഗ്രൂപ്പുകളിലെ ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് നോക്കൌട്ടിലേക്ക് കടക്കും. അങ്ങനെ വരുമ്പോൾ 24 ടീമുകളും ഒപ്പം തന്നെ ഈ 12 ഗ്രൂപ്പുകളിലെ ആദ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള 3ാം സ്ഥാനക്കാരും അടക്കം 32 ടീമുകളായിരിക്കും നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് യോഗ്യത നേടുക. പിന്നീട് അങ്ങോട്ട് നോക്കൌട്ട് മത്സരങ്ങളായിരിക്കും. അവിടുന്ന് പരാജയപ്പെടുന്ന ടീമുകൾക്ക് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമായിരിക്കും. ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ലോകകപ്പിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടുകൂടി ഏറ്റവും വലിയ ഒരു അവസരം ലഭിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കാണ്. അതായത് 32 ടീമുകൾ മത്സരിക്കുന്ന ലോകകപ്പുകളിൽ 4+1 എന്ന ഒരു കോട്ടയാണ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ 48 ടീമുകൾ ഈ ലോകകപ്പിലേക്ക് വരുന്നതോടുകൂടി ഏഷ്യൻ രാജ്യങ്ങളുടെ കോട്ട 8+1 എന്നാകും. അതായത് 8 അല്ലെങ്കിൽ 9 രാജ്യങ്ങൾക്ക് ഈ വേൾഡ് കപ്പിലേക്ക് കളിക്കാൻ വേണ്ടി യോഗ്യത ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് കൂടി വലിയൊരു സാധ്യതയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഫുട്ബോളിൽ ഇന്ത്യ ഇപ്പോൾ വലിയൊരു ശക്തരായ ഒരു ടീമാണ് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ലെങ്കിൽ പോലും വരും നാളുകൾ, അതിപ്പോൾ 2026 വേൾഡ് കപ്പിൽ ഇന്ത്യ ലോകകപ്പിന് യോഗ്യത നേടും എന്നല്ല ഇവിടെ പറയുന്നത്. അതായത് 2030 അല്ലെങ്കിൽ 34 ലോകകപ്പുകളിൽ ഇന്ത്യക്ക് വലിയൊരു അവസരം കാത്തിരിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു സാധ്യത കൂടി ഇവിടെ ഉണ്ട്. അതായത് AFCയുടെ കണക്ക് പ്രകാരം ആദ്യത്തെ 25 രാജ്യങ്ങളിൽ ഉള്ള ഒരു ടീമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ലോകകപ്പിന്റെ യോഗ്യതാ മത്സരങ്ങളിൽ ആദ്യ റൗണ്ടുകൾ ഒരുപക്ഷെ ഇന്ത്യക്ക് കളിക്കേണ്ടി വരില്ല. എങ്കിൽ പോലും 6ഓളം യോഗ്യതാ മത്സരങ്ങൾ ഇന്ത്യക്ക് കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ ശക്തരായ, നമുക്കറിയാം, ഏഷ്യയിലെ ഫുട്ബോൾ ടീമുകളെ പരിശോധിക്കുകയാണെങ്കിൽ ജപ്പാനെ പോലെയും ദക്ഷിണ കൊറിയയെ പോലെയും ഒപ്പം തന്നെ ഖത്തർ, സൗദി അറേബ്യ, ഇറാനൊക്കെ പോലുള്ള വളരെ ശക്തമായ ഒരു ടീം തന്നെ ഏഷ്യയിൽ ഉണ്ട്. ഈ കഴിഞ്ഞ ഖത്തറിലെ ലോകകപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ലോകകപ്പ് നേടിയ അർജന്റീനയെ സൗദി അറേബ്യ പോലുള്ള ഏഷ്യൻ രാജ്യം വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ മികവുറ്റ പ്രകടനം തന്നെയായിരുന്നു ഈ ലോകകപ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ശക്തരായ ഏഷ്യൻ ടീമുകൾ തന്നെയാണ് ഇപ്പോൾ ലോകകപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകകപ്പിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ, ലോകകപ്പ് മത്സരങ്ങളിലേക്ക് ഇന്ത്യക്ക് കളിക്കണമെങ്കിൽ ഈ ജപ്പാനെ പോലെയും ദക്ഷിണ കൊറിയയെ പോലെയും ഒക്കെ ശക്തരായ ടീമുകളോട് ഇന്ത്യക്ക് മത്സരിക്കേണ്ടതുണ്ട്. എങ്കിൽ
ശരി, അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. 2026 ഫുട്ബോൾ ലോകകപ്പിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഫിഫ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി പരിഷ്കാരവുമായി അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ 32 ടീമുകൾക്കാണ് ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം. എന്നാൽ 2026 ആകുമ്പോഴേക്കും 48 ടീമുകളുമായി 12 ഗ്രൂപ്പുകളിലാണ് മത്സരം നടക്കുക എന്നാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ.